സംഘർഷഭീതി നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ അതിന് അയവ് വരുന്നു എന്ന തരത്തിലായിരുന്നു ഇന്നലെ ഇറാൻ ആണവ പദ്ധതി ചർച്ചകൾക്ക് തയ്യാറായി എന്ന രീതിയിൽ വാർത്തകൾ വന്നത്. വ്യാഴാഴ്ചയോ അതിന് തൊട്ടടുത്ത മറ്റേതെങ്കിലും ദിവസമോ ഇറാൻ അമേരിക്ക കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. സമാധാന ചർച്ചയ്ക്ക് വാതിൽ തുറക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അമേരിക്ക ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിട്ടതായുള്ള പുതിയ വാർത്തകൾ ഇപ്പോൾ വരുന്നത്. അമേരിക്കൻ സെൻട്രൽ സൈനിക കമാൻഡ് വക്താവ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. സ്വയം പ്രതിരോധം എന്നാണ് ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിട്ടതിനെ അമേരിക്ക വിശേഷിപ്പിച്ചത്. അതേസമയം ഇക്കാര്യത്തിൽ ഇറാന്റെ പ്രതികരണമൊന്നും വന്നിട്ടുമില്ല. മധ്യസ്ഥ ചർച്ചകൾക്ക് കളമൊരുങ്ങുന്ന ഈ ഘട്ടത്തിൽ അമേരിക്ക നടത്തിയ ഇത്തരം ഒരു സൈനിക നീക്കം ഏതു തരത്തിലാണ് ഇറാൻ സ്വീകരിക്കുക എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇതോടൊപ്പം ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായി എങ്കിലും സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ച ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേർക്ക് ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ്. അമേരിക്ക ഇറാനെ ലക്ഷ്യമാക്കി അയച്ച വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഇറാനോട് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നുവെന്നാണ് ഡ്രോൺ വെടിവെച്ചിട്ട സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അറബിക്കടലിൽ ഇറാനിയൻ തീരത്ത് നിന്ന് 500 മൈൽ അകലെയായിരുന്ന സമയത്താണ് ഇറാനിയൻ ഡ്രോൺ എബ്രഹാം ലിങ്കൺ കപ്പലിനെ ലക്ഷ്യമാക്കി എത്തിയത്. കപ്പലിൽ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്ന ഡ്രോണിനെ കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനം ഉപയോഗിച്ച് വെടിവെച്ചിടുകയായിരുന്നു. കപ്പലിനോ അതിലെ സൈനികർക്കോ യുദ്ധപ്രതിരോധ ഉപകരണങ്ങൾക്കോ ഒരു നാശനഷ്ടവും ഇതുണ്ടാക്കിയിട്ടില്ല എന്നും US സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് പറഞ്ഞിട്ടുണ്ട്. വിമാനവാഹിനി കപ്പലിന്റെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കായി സ്വയം പ്രതിരോധം എന്ന നിലയിലാണ് ഡ്രോൺ വെടിവെച്ചിട്ടത് എന്നാണ് അമേരിക്കയുടെ വാദം. കഴിഞ്ഞ ആഴ്ച മിഡിൽ ഈസ്റ്റ് മേഖലയിലെത്തിയ USS എബ്രഹാം ലിങ്കണിന്റെ നേതൃത്വത്തിൽ അമേരിക്ക സൈനിക വിന്യാസം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവവും അരങ്ങേറിയിരിക്കുന്നത്. ഡ്രോൺ വെടിവെച്ചതിന് പിന്നാലെയും ഇറാനുമായി US സജീവ ചർച്ചകളിൽ തന്നെയാണ് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ജൂണിൽ ഇറാനിൽ അമേരിക്ക നടത്തിയ ആണവ കേന്ദ്ര ആക്രമണം വീണ്ടും ആവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാകില്ല എന്നാണ് ട്രംപ് ഇറാനോട് നിലപാടെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നാണ് അന്നത്തെ ആക്രമണങ്ങൾക്ക് US പേരിട്ടിരുന്നത്. മുൻപ് ഇറാന് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമുണ്ടായപ്പോഴും അത് ചെയ്യാതിരുന്നതിന്റെ ഫലമായിരുന്നു ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. അത് വീണ്ടും സംഭവിക്കാൻ ഇറാൻ ആഗ്രഹിക്കില്ല എന്നാണ് താൻ കരുതുന്നത് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനർത്ഥം മധ്യസ്ഥ ചർച്ചയിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ഒരുപക്ഷെ യുദ്ധം നടത്താനും മടിക്കില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട് എന്നാണ് വ്യക്തമാകുന്നത്. ആക്രമണ ലക്ഷ്യത്തോടെ വന്ന ഇറാനിയൻ ഷാഹിദ് 139 ഡ്രോൺ വെടിവെച്ചിട്ടതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൽ 2 ഇറാനിയൻ ഗൺബോട്ടുകളും ഒരു മൊഹാജർ ഡ്രോണും US പതാകയുള്ള ഒരു ടാങ്കറിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും US സേന ഇടപെട്ട് കപ്പൽ പിടിച്ചെടുക്കുമെന്ന് റേഡിയോയിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും അമേരിക്കൻ സൈനിക കമാൻഡ് വക്താവ് ടിം ഹോക്കിൻസ് അറിയിച്ചിട്ടുണ്ട്. ഇവയെല്ലാം പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷഭരിതമാക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആണവ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതോടെ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരികയാണ് എന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയപ്പോഴും ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ചയാകാം എന്ന ഇറാന്റെ നിലപാട് തന്നെ സംഘർഷഭരിതമായ പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ ആശ്വാസം പകരുന്നതായിരുന്നു. ഇതിനിടയിൽ ഉണ്ടാകുന്ന ഈ പ്രകോപനം ഇറാൻ ഏത് രീതിയിലെടുക്കും എന്ന് ഒരു നിശ്ചയവുമില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനെ തൊട്ടാൽ പ്രാദേശിക യുദ്ധമായി മാറുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയും മറുപടി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പരസ്പരം വാക്പോരുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന തരത്തിൽ ഇന്നലെ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവന വരുന്നത്. തുർക്കിയുടെ നേതൃത്വത്തിൽ ഈജിപ്തും ഒമാനും അടക്കമുള്ള രാഷ്ട്രങ്ങൾ നടത്തിയ മധ്യസ്ഥ ശ്രമത്തിനൊടുവിലാണ് ഉപാധികളോടെ ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ചയാകാമെന്ന നിലപാട് ഇറാൻ സ്വീകരിച്ചത്. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്ക് കൂടിക്കാഴ്ച സംബന്ധിച്ച നിലപാടുകളും നിർദ്ദേശങ്ങളും തയ്യാറാക്കാൻ പെസഷ്കിയാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആണവ ചർച്ചയിൽ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ഷങ്കാനി നിലപാട് വ്യക്തമാക്കിയിരുന്നു.
ആണവ ചർച്ചയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വിട്ടു നൽകില്ല എന്നും ഷംഖാനി നിലപാടെടുത്തിട്ടുണ്ട്. ഇറാന്റെ പരമാധികാരം അടിയറവ് വെച്ചുള്ള ഒരു മധ്യസ്ഥതയും വേണ്ട എന്ന് ഇന്നലെ ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനർത്ഥം മധ്യസ്ഥ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായി എങ്കിലും എന്തു വന്നാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകിക്കൊണ്ടുള്ള സമവായത്തിന് ഇല്ല എന്ന സൂചനയുമാണ് ഇറാൻ നൽകുന്നത്. ഇറാൻ ഈ നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്ക ഇറാന്റെ ഡ്രോൺ തകർത്തതും. ഇറാന്റെ കടുത്ത നിലപാടിനോടുള്ള മറുപടിയായി ഇതിനെ ഒരർത്ഥത്തിൽ വിലയിരുത്താം. തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിൽ വെള്ളിയാഴ്ചയോ മറ്റോ ഇറാൻ അമേരിക്ക ആണവ ചർച്ച നടന്നേക്കുമെന്നാണ് നിലവിലുള്ള സൂചന. അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടെ മേഖലയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു വരുന്നുണ്ടായിരുന്നു. USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ 3 മിസൈൽ ഡിസ്ട്രോയർ അടക്കം ഇറാൻ തീരത്തോട് ഏറെ അടുത്തു കഴിഞ്ഞു. ഒപ്പം USS ഡെൽബർട്ട് ബ്ലാക്ക് എന്ന മറ്റൊരു മിസൈൽ ഡിസ്ട്രോയർ ഇസ്രായേൽ തീരത്തും നങ്കൂരമിട്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന നിലപാട് അറിയിച്ചത്. ആണവ ചർച്ചയിൽ US പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണമെന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഇറാൻ നിലപാട് വ്യത്യസ്തമാണ്. യുറേനിയം സമ്പുഷ്ടീകരണം 20% കുറയ്ക്കാമെന്നും എന്നാൽ രാജ്യത്തിന് പുറത്തേക്ക് മാറ്റാനാകില്ല എന്നും അലി ഷംഖാനി നിലപാട് വ്യക്തമാക്കി. ചർച്ചകളിലൂടെയാണ് ഇക്കാര്യത്തിൽ ധാരണയിൽ എത്തേണ്ടത് എന്നും ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല എന്നുമാണ് അലി ഷംഖാനി പറയുന്നത്. അതേസമയം തുർക്കിയിൽ നടക്കുന്ന ഇറാൻ US ആണവ പദ്ധതി ചർച്ചയിലേക്ക് പാകിസ്ഥാനെയും ക്ഷണിച്ചതായി പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് പുറമെ ഒമാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർക്കും ക്ഷണമുണ്ട് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്ഷണം സ്വീകരിച്ച പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇസ്ഹാഖ് ദർ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുർക്കിയാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഒമാൻ, ഈജിപ്ത് അടക്കമുള്ള രാഷ്ട്രങ്ങളും മധ്യസ്ഥ രാഷ്ട്രങ്ങളായി വർത്തിക്കുന്നുമുണ്ട്. ആണവ നിരായുധീകരണം ഉറപ്പാക്കാൻ നീതിയുക്തമായ കരാറിനായി എത്തുക എന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റിയുള്ള ഒരു കരാറിനും ഇറാൻ തയ്യാറാകില്ല എന്ന് ഇറാനും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ച എത്രത്തോളം ഫലപ്രദമാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല.